ഇന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും ദൈവവചനത്തിന്റെ മുൻപിൽ ആയിരിക്കാൻ ഇടയായല്ലോ. നമ്മൾ ദൈവത്തിന്റെ വലിയ കൃപയാൽ ഇന്നലെ നമ്മൾ ആരംഭിച്ച ക്ലാസ് അതിന്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ആരംഭിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, കരുണയുള്ള കർത്താവേ, വീണ്ടും ഒരു ദിവസവും കൂടി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വിശ്വാസത്തോടെ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവ് മഹത്വം എടുക്കണമേ. ആത്മാവിൽ സംസാരിപ്പാൻ, പരിശുദ്ധാത്മാവിനാൽ ഗ്രഹിപ്പാൻ ഈ സമൂഹത്തെ സഹായിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായ പെസഹ, പാസ്ഓവർ, അതിനകത്ത് വളരെ ചിന്തനീയമായ ഒരു കാര്യം ഞാൻ ഏറ്റവും അവസാനം പിന്നീട് പറയാം, സമയം തീർന്നുകൊണ്ട് വേഗത്തിൽ നിർത്തിവെച്ചു. നമ്മുടെ കർത്താവിന്റെ ക്രൂശ്. കർത്താവിനെ ക്രൂശിച്ചത് നീസാൻ മാസം 14-ാം തീയതിയാണ്. കർത്താവിന്റെ ക്രൂശ് നീസാൻ മാസം 14-ാം തീയതി ആണ്. AD 30 നീസാൻ മാസം 14-ാം തീയതിയാണ് കർത്താവിനെ ക്രൂശിച്ചത്. നമ്മൾ ഇനി പഠിക്കുന്ന 3 പെരുന്നാളുകൾ ഒരുമിച്ചുള്ളതാണ്. 14, 15, 16 ഈ 3 ദിവസങ്ങളിലെ പെരുന്നാളുകൾ. ഒരു പെരുന്നാൾ 16-ാം തീയതി തുടങ്ങും. മറ്റൊരു ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. 14-ാം തീയതി പെസഹ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, 16-ാം തീയതി ആദ്യഫല പെരുന്നാൾ ആരംഭിക്കും. ഈ 3 പെരുന്നാളും വളരെ പ്രധാനപ്പെട്ടതാണ് വേദപുസ്തകത്തിൽ. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ ക്രൂശ് നമ്മൾ ഇതിനെ ബന്ധപ്പെടുത്തുമ്പോഴാണ്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 3-ാം മണി നേരത്താണ് അവന്റെ ക്രൂശീകരണം സംഭവിക്കുന്നത്, അവനെ ക്രൂശിച്ചത്. 3-ാം മണി നേരം എന്ന് പറയുമ്പോൾ യഹൂദന്റെ കണക്കനുസരിച്ച് 6 AM + 3 അങ്ങനെ 9, നമ്മുടെ 9 മണി വരും. രാവിലെ 9 മണി, 9 AM. 3-ാം മണി നേരത്ത് അവനെ ക്രൂശിച്ചു. അവൻ പ്രാണനെ വിട്ടത് എപ്പോഴാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് 34-ാമത്തെ വാക്യത്തില്. 9-ാം മണി നേരം എന്നാണ്. 9-ാം മണി നേരം എന്ന് പറഞ്ഞാൽ 6 AM + 9 hours, 9 മണിക്കൂർ. അപ്പൊ നമ്മുടെ 3 PM. അപ്പൊ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെ നമുക്ക് വേണ്ടി നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയപ്പോ നമുക്കത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിന്റെ അപ്പുറത്താണ്. എത്ര മണിക്കൂർ അവൻ നമുക്ക് വേണ്ടി ആ വേദന തിന്നു. എങ്ങനെ തലമുറയ്ക്ക് അത് ഓർക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ ദൈവജനത്തിന് അത് ഓർക്കാതിരിക്കാൻ കഴിയും? അവിസ്മരണീയമായ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ന്റെ 7, 8 ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നമ്മുടെ കർത്താവിന്റെ ക്രൂശീകരണം നടന്ന ഏത് മാസമാണത്? 1-ാം മാസമാണ്. 1-ാമത്തെ മാസമാണ്. 1-ാമത്തെ മാസം ആബീബ് മാസം എന്നും പറയും. അതോടൊപ്പം തന്നെ നീസാൻ മാസം എന്ന് 2 പേര് അതിനുണ്ട്. ആബീബ് മാസം എന്ന് പറയുന്നതും നീസാൻ മാസം എന്ന് പറയുന്നത് ഒന്നാണ്. ഈ ആബീബ് മാസം അല്ലെങ്കിൽ നീസാൻ മാസം നമ്മുടെ ഏതാണ്ട് മാർച്ച്, ഏപ്രിലിന് തുല്യമായിട്ട് വരും. അതിന്റെ 14-ാം തീയതി, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 14-ാം തീയതി, 1-ാം മാസമാണത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ ടു മാർച്ച് ആണ് അവരുടെ വർഷം. അല്ലെങ്കിൽ
നിസാൻ മാസം മുതൽ ആധാർ മാസം വരെ 12 മാസം. അപ്പോ ആ വ്യവസ്ഥയനുസരിച്ച് 1-ാം മാസമായ നിസാൻ മാസം 14-ാം തീയതി രാവിലെ 9 മണിക്ക്, നമ്മുടെ സമയം 9 മണിക്ക്, അല്ലെങ്കിൽ അവരുടെ സമയം 3-ാം മണി നേരത്ത് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവനെ ക്രൂശിൽ നിന്ന് ഇറക്കുന്ന, അല്ലെങ്കിൽ അവൻ പ്രാണനെ വിട്ടു എന്ന് പറയുന്നത് 9-ാം മണി നേരത്താണ്. എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ തന്റെ പ്രാണനെ വിട്ടു. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും ഒരു കനിവിന്റെ കണിക നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ദൈവത്തോടുള്ള കൂറ് നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു അംശം മനസ്സലിവിന്റെ, ദയയുടെ, നന്ദിയുടെ ഒരു ഘടകം ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, എന്റെ പാപങ്ങൾക്ക് വേണ്ടി 9 മണി മുതൽ 3 മണി വരെ കാൽവരിയുടെ മുകളിൽ കിടന്ന് പെടാപ്പാട് പെട്ട, ഇഞ്ചിഞ്ചായി മരിച്ച എന്റെ കർത്താവിനെ എന്റെ ആയുസ്സിൽ എനിക്ക് മറന്നുകൂടാ. തൊട്ട് തലേ ദിവസമാണ്, 15-ാം തീയതിയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. എന്താണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ? ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. 7 ദിവസമാണ് അവരുടെ ഒരാഴ്ച എന്ന് പറയുന്നത്. 1-ാം ദിവസവും 7-ാം ദിവസവും സഭായോഗം കൂടണം. അതിന്റെ ഇടയിൽ അവർ അർപ്പിക്കേണ്ട യാഗം എന്ന് പറയുന്നത് ദഹനയാഗമാണ്. 7 ദിവസം അവർ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. എന്താണ് പുളിപ്പില്ലാത്ത അപ്പം? പുളിപ്പ് പാപത്തിന്റെ അടയാളമാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ നമ്മുടെ പുളിപ്പില്ലാത്ത പെരുന്നാൾ എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ നീക്കുന്ന ശുശ്രൂഷയാണ്. ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. യഹൂദ ജനം ഊനമില്ലാത്തൊരു കുഞ്ഞാടിന്റെ യാഗത്തോടനുബന്ധിച്ച് വീണ്ടെടുക്കപ്പെട്ട ജനമാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, വീണ്ടെടുക്കപ്പെട്ട ജനം അവരിൽ നിന്ന് പാപത്തെ നീക്കണം. അതാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അതൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. എനിക്ക് വേണ്ടി ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ എന്റെ ഹൃദയത്തിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന പാപത്തെ നീക്കിക്കളയുന്ന ഉത്സവം. 7 ദിവസം ഓർക്കണം, എന്റെ പാപം എന്നിൽ നിന്ന് നീങ്ങിപ്പോയ കാലം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ഈ പെരുന്നാൾ. പാപം ഇരിക്കെ ഒരു ശുശ്രൂഷയില്ല. പാപം നീങ്ങാതെ ഒരു ക്രിസ്തീയ ജീവിതം സാർത്ഥകമാകില്ല. ഏത് വമ്പനായാലും ഏത് കൊമ്പനായാലും പാപം ഹൃദയത്തിലിരിക്കെ ദൈവസന്നിധിയിൽ ഒന്നും നടക്കില്ല. രണ്ടാമത്തെ പെരുന്നാളിനോടനുബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, പാപം നീങ്ങണം. എങ്ങനെ? എനിക്ക് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതിനാൽ. ആണ്ടിലൊരിക്കലൊക്കെ നമ്മൾ പെസഹ ഓർക്കുന്നു, പെസഹ ആചരിക്കുന്നു, വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്നു, പള്ളിയിൽ പോയി നമ്മൾ കർത്താവിന്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ക്രമമായി നടക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്ത് സാധനമാണെന്ന് അറിയാത്തവനും ഇത് അനുഭവിക്കും. ദൈവമക്കളെ, പാപം ഇരിക്കെ വിശുദ്ധമായതിനോട് അശുദ്ധിയോടെ സമീപിച്ചാൽ കേട്ടെ, ശാപമാണ് ഫലം. വിശുദ്ധമായതിനോട്
അശുദ്ധിയോടെ സമീപിച്ചാൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് ശാപമാണ്. അത് വാങ്ങിച്ചു കൂട്ടരുത്. ഞാൻ മൂന്നാമത്തേതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. എന്താണ് മൂന്നാമത്തെ പെരുന്നാൾ? മൂന്നാമത്തെ പെരുന്നാളാണ് ആദ്യ ഫല പെരുന്നാൾ. 23-ാം അധ്യായത്തിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ്, ആദ്യ ഫല പെരുന്നാൾ. വളരെ ക്രമമായിട്ടാണ് ഇത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ പെരുന്നാൾ ആരംഭിക്കും. അപ്പൊ നിങ്ങൾ പെസഹ വ്യാഴാഴ്ച, ശനിയാഴ്ച അവരുടെ ശബത്ത്, അവരുടെ കണക്കിൽ ചിന്തിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞത് കണക്കിൽ അല്ല. കർത്താവ് ക്രൂശിക്കപ്പെട്ടു വെള്ളിയാഴ്ച, ശനിയാഴ്ച, വെള്ളിയാഴ്ച 14-ാം തീയതി ആണെങ്കിൽ ശനിയാഴ്ച 15-ാം തീയതി ശബത്താണ്. 16-ാം തീയതി 14, 15, 16, 16-ാം തീയതി ആദ്യ ഫല പെരുന്നാൾ ആരംഭിക്കും. ഈ പെരുന്നാൾ പുനരുത്ഥാനത്തിന് സദൃശ്യമാണ്. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സദൃശ്യമാണ് ആദ്യ ഫല പെരുന്നാൾ. കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശ്യമാണ്. അപ്പോ കർത്താവിന്റെ ക്രൂശ് കർത്താവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണത്തോടും പാകപാക്കായവനുള്ളതാണ് ഉയർപ്പിന്റെ പെരുന്നാൾ, പുനരുത്ഥാനത്തിന്റെ പെരുന്നാൾ. കർത്താവിന്റെ പുനരുത്ഥാനത്തെ ഇത് കാണിക്കുന്നു. നമുക്കറിയാം, പുനരുത്ഥാന നിറയെ കുറിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഓരോരുത്തനും താൻ താന്റെ നിരയിലത്രേ. ഞാൻ വായിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ പുസ്തകം എടുക്കാതിരിക്കരുത്. നിങ്ങൾ പുസ്തകം എടുക്കണം, നിങ്ങൾ ആ ഭാഗം എടുത്തു നോക്കണം. ഓരോരുത്തനും താൻ താന്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, അതാണ് ആദ്യ ഫലം. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അപ്പൊ 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പുനരുത്ഥാനത്തിന്റെ ആദ്യ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അവൻ പുനരുത്ഥാനം ചെയ്തത് കൊണ്ട് നമ്മളും പുനരുത്ഥാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പീഡാനുഭവത്തിൽ നമ്മൾ പങ്കാളികളായതുകൊണ്ട്, അവന്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ നമ്മൾ പങ്കാളികളായതുകൊണ്ട് നമ്മളും ഉയർക്കും. ഇവിടെ എന്താണ് ഇവർ ചെയ്യേണ്ടതെന്നറിയാം. ആദ്യ ഫല പെരുന്നാളിന്, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ പെരുന്നാൾ ആചരിക്കും. ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുത നമുക്കറിയാം. കർത്താവിന്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. ഒരാഴ്ച ആരംഭിക്കുന്നത് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയാണ് യഹൂദന്റെ ഒരാഴ്ച. ആഴ്ചയുടെ അവസാനത്തെ ദിവസം ശനിയാഴ്ചയാണ്. അന്നാണ് അവരുടെ ശാബത്ത്. ശാബത്ത് കഴിഞ്ഞു വരുന്ന ആഴ്ചയാണ്, ദിവസമാണ് ഞായറാഴ്ച. അതാണ് ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ. അപ്പൊ ക്രിസ്തു, ഈ 3 പെരുന്നാളുകൾ നാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ, 1 കർത്താവിന്റെ മരണം, 2 കർത്താവിന്റെ മരണത്താൽ സംഭവിച്ച
പാപമോചനം. 3, കർത്താവിന്റെ പുനരുദ്ധാനം, പുനരുദ്ധാനത്താൽ നമുക്ക് ലഭിക്കുന്ന പുനരുദ്ധാനം. ഈ 3, മരണം, പാപമോചനം, പുനരുദ്ധാനം. ദൈവമക്കളെ, ഇത് ക്രിസ്തീയ സ്നാനത്തിനും അങ്ങനെയാണ്. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചാണ്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ കാണാം, ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുന്നു, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. 3 കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്താൽ നമ്മൾ അവനോട് ക്രൂശിക്കപ്പെടുന്നു, സ്നാനത്താൽ നാം അവനോട് കൂടി അടക്കപ്പെടുന്നു, സ്നാനത്താൽ നാം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ പങ്കാളിയാകും. അത് പഠിപ്പിക്കാനുള്ള സമയമല്ല ഇപ്പോ. അപ്പോ ഈ 3 കാര്യങ്ങൾ ഒരുമിച്ചാണ്. ഈ 3 പെരുന്നാളും ഒരുമിച്ചാണ്. ഈ പെരുന്നാളിന് അവർ വരുമ്പോ, ആദ്യഫല പെരുന്നാളിന് അവർ വരുമ്പോൾ, അവർ ആദ്യ കറ്റ കെട്ടി കൊണ്ടുവരണം. കറ്റ കൊണ്ടുവരണം, ആദ്യ ഫലം കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ പുനരുദ്ധാനം നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒന്നാണ്. പുനരുദ്ധാനം ഇല്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. നമ്മൾ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ വീട്ടിലെ ഒരു പട്ടി ചത്തു കഴിഞ്ഞാൽ പട്ടിയെ നമ്മൾ തെങ്ങിന്റെ ചോട്ടിൽ എവിടെയെങ്കിലും കുഴിച്ചിടും. അവിടെ കുഴിച്ചിട്ടാൽ നമ്മൾ ഇങ്ങനെ പറയും, അതിന്റെ വളം കൂടി തെങ്ങ് വലിച്ച് തെങ്ങിൽ 2 തേങ്ങ കൂടുതൽ ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കും. ആ പട്ടിക്ക് ഒരിക്കലും പുനരുദ്ധാനം ഇല്ല. ഒരു മൃഗത്തെ കുഴിച്ചിട്ടാൽ മൃഗത്തിന് പുനരുദ്ധാനം ഇല്ല. ഒരു ചത്ത മൃഗത്തെ എവിടെയെങ്കിലും വലിച്ചു കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ ആ ചത്ത മൃഗത്തിന് പുനരുദ്ധാനം ഇല്ല. പുനരുദ്ധാനമില്ലാത്തവരെല്ലാം മൃഗതുല്യമാണ്. മൃഗതുല്യം. നമ്മുടെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടാകണം, കർത്താവേ, എൻ്റെ സഭയിലെ പാസ്റ്ററെ കൊണ്ട്, എൻ്റെ സഭയിലെ വൈദികനെ കൊണ്ട് എനിക്കൊരു ശവസംസ്കാരം ഉണ്ടായിട്ട് ഞാൻ എന്നെ അടക്കിയ കുഴിയിൽ നിന്ന് ഞാൻ പുനരുദ്ധാനം ചെയ്തില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ പട്ടി ചത്തതും ഞാൻ ചത്തതും ഈക്വലാണ് എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എനിക്ക് ഉയർക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ മരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിക്കണം. അതെന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാകണം. നമ്മളെല്ലാവരും അതിനു വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ചാൽ പോരാ, എനിക്ക് എൻ്റെ ക്രിസ്തേശുവിൽ മരിക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് കർത്താവിൽ മരിക്കണം. അതിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഞാൻ മാത്രമല്ല, എന്നാൽ മറ്റുള്ളവരെ കർത്താവിൽ മരിക്കുവാൻ പ്രചോദിപ്പിക്കണം. പ്രായമായ ഒരാളെ എനിക്കറിയാം. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പോൾ ചെയ്യണമെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കാറില്ല. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ എനിക്കറിയാം. പ്രായമായവർ ആരെങ്കിലും രോഗികളായി കിടക്കുന്നു എന്നറിഞ്ഞാൽ അദ്ദേഹം ആ വീട്ടിൽ ചെല്ലും. കിടപ്പിലായി, പ്രായമായി, സുബോധമുള്ളപ്പോൾ ചെല്ലും. ചെന്നിട്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയും, പുനരുദ്ധാനത്തെക്കുറിച്ച് പറയും, കർത്താവിന്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ച് പറയും, കർത്താവ് തരുന്ന പാപമോചനത്തെക്കുറിച്ച് പറയും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ആ മനുഷ്യനെ കൊണ്ട്, ആ പ്രായമായി രോഗാതുരനായി കിടക്കുന്ന വ്യക്തിയോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് പോരും. എത്ര മഹത്വകരമായ ശുശ്രൂഷയാണ്. നമ്മൾ നമ്മുടെ അയൽവക്കത്ത് ഒരാൾ രോഗിയായി കിടക്കുകയാണെന്ന് അറിഞ്ഞാൽ പിന്നെ ആ പരിസരത്തേക്ക് നമ്മൾ പോകില്ല, അടിയന്തരം ഉണ്ടാകാൻ പോകും. മരിച്ചു കഴിഞ്ഞാൽ കുഴി ചുറ്റാനായിട്ട് പോകും. അതൊക്കെ ചെയ്തോ? എനിക്ക് അതിലൊന്നും പറയാനില്ല. അതൊക്കെ അവരുടെ ട്രഡീഷന്റെ ഭാഗം.
പക്ഷെ ഒരു സത്യം അറിയണം, ഒരാളെ യാത്രയാക്കാൻ, നിത്യതയിലേക്ക് യാത്രയാക്കാൻ ഇത്രയും ബോധം എനിക്ക് എൻ്റെ ദൈവം തന്നതാണെങ്കിൽ ഒരു പുനരുത്ഥാനമുണ്ടെന്ന് അവരെ അറിയിക്കണം, നമ്മൾ അറിയണം, നമ്മൾക്ക് ആ ബോധ്യം ഉണ്ടാകണം. ചിലരുണ്ട് ക്യാൻസർ രോഗികളോട് ഒരിക്കലും ക്യാൻസർ ആണെന്ന് പറയില്ല, പറഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരും അത്രേ. ദൈവമക്കളെ, രോഗിയോട് രോഗവിവരം പറഞ്ഞ് മരണത്തിന് ശേഷം മക്കളെ ജീവിതം അവസാനിക്കുകയല്ല, ജീവിതം തുടങ്ങുകയാണെന്ന് പറഞ്ഞ് ഒരു പുതിയ പ്രതീക്ഷയുടെ കിളിർപ്പ് കൊടുക്കണം. ക്യാൻസർ എന്ന് കേട്ടാൽ പോലും ഒരുങ്ങാത്തവരെ ഞാൻ കണ്ടിട്ടില്ല അധികം. കാരണം അനേകരുടെ ഉള്ളിൽ ആ രോഗം വന്നു കഴിഞ്ഞാൽ പേടിയാ, മരിച്ചു പോകുമെന്ന്. ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. ഏത് രോഗത്തിനുമുണ്ട് മരണത്തിന്റെ മണം, ഒരു മരണത്തിന്റെ ദുർഗന്ധം ഒരു ചെറിയ പനിക്ക് പോലും ഉണ്ട് ദൈവമക്കളെ. അതുകൊണ്ട് നമുക്ക് അനേകരെ ഒരുക്കണം. ഒരു പാസ്റ്ററൽ സർവീസ് അത്ര മഹത്വകരമാണ്. നമ്മുടെ ഒരു ഡോക്ടറുണ്ട്, എമർജൻസി മെഡിസിനിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ. ആ ഡോക്ടർ പറയും, സാറേ എനിക്ക് ഒത്തിരി പേരെ അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് ഏറെ പേരെ എനിക്ക് പ്രാർത്ഥനയോടെ യാത്രയാക്കാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അവസാന നിമിഷം ഞാൻ പറയാ, ഒരു പുനരുത്ഥാനമുണ്ടെന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോ 3 പെരുന്നാൾ നമ്മൾ പറഞ്ഞു. ഒന്ന് പെസഹ പെരുന്നാൾ, അത് കർത്താവിന്റെ ക്രൂശിലെ യാഗത്തെ കാണിക്കുന്നു. 2 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, അത് പാപമോചനത്തെ കാണിക്കുന്നു, വിശുദ്ധീകരണത്തെ കാണിക്കുന്നു. 3 ആദ്യഫല പെരുന്നാൾ, അത് പുനരുത്ഥാനത്തെ കാണിക്കുന്നു. 1 തെസ്സലോനിക്ക ലേഖനം 4:16 വാക്യം നമുക്ക് എല്ലാവർക്കും കാണാതെ അറിയാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ, നിങ്ങൾ അതിന്റെ അടിയിൽ അങ്ങോട്ട് വരയ്ക്കണം, ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വാക്യം കാണാതെ പിടിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് എന്തോ കാര്യം? ഇതാണ് നമ്മുടെ ആദ്യഫല പെരുന്നാൾ. എന്താണ് ആദ്യഫല പെരുന്നാളിന്റെ പ്രത്യേകത? ഒരു കറ്റ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ്. ആദ്യഫലത്തിന്റെ ഒരു കെട്ട് കൊണ്ടുപോയി സമർപ്പിക്കും. കർത്താവിന്റെ പുനരാഗമനത്തിന്റെ മധ്യാകാശത്തുള്ള വരവെങ്കിൽ എന്നെ ഈ വിഷയം പഠിപ്പിച്ച സമയത്ത് പഠിപ്പിച്ച എൻ്റെ ഗുരുഭൂതൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അദ്ദേഹം ഭാവനയിൽ കാണിച്ചു തന്നു. നമ്മളെല്ലാം കൊണ്ടുപോയി സ്വർഗത്തിൽ, അത്യുന്നത സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുപോയി ഇങ്ങനെ സമർപ്പിക്കും. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കൾ. അതാണ് ആദ്യഫല പെരുന്നാൾ. എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ പിടിച്ച ചിലതിനെ കൊടുക്കാൻ, കർത്താവിന് വേണ്ടി നേടണം ചിലതിനെയല്ല. എൻ്റെ ആദ്യഫലം, ഞാൻ കർത്താവിന് വേണ്ടി ആദായപ്പെടുത്തിയ ആദ്യഫലം. നമ്മൾ ഒരു കാര്യം വരെ ചിന്തിച്ചിട്ടുള്ളൂ, ഒരു മാവിൽ മാങ്ങയുണ്ടായാൽ ആദ്യത്തെ മാങ്ങ പള്ളിക്ക്. അത്രയും നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. നമ്മുടെ അറിവിന്റെ പരിജ്ഞാനത്തിനനുസരിച്ച് നമ്മളത് ചെയ്യുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തുവാണെങ്കിൽ ആദ്യത്തേത് അങ്ങനെ, ശമ്പളം കിട്ടിയാൽ ആദ്യത്തേത്, അതൊക്കെ അങ്ങനെ. പക്ഷെ അതൊക്കും മീതെ ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. എന്നെ എൻ്റെ കർത്താവ് രക്ഷിച്ചതാണെങ്കിൽ രക്ഷിക്കപ്പെട്ട എനിക്കൊരു ആദ്യഫലമുണ്ട്. വേലയ്ക്കാക്കിയ എനിക്കൊരു ആദ്യഫലമുണ്ട്. ശുശ്രൂഷയ്ക്കാക്കിയ എനിക്കൊരു ആദ്യഫലമുണ്ട്. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. അനേകർ അവരവരുടെ കറ്റ കെട്ടി ബോവസിന്റെ കളത്തിൽ കൂട്ടിവെക്കുമ്പോൾ, കർത്താവേ, ഒരു മണിയെങ്കിലും പെറുക്കി
നിന്റെ പാദപീഠത്തിൽ വയ്ക്കാൻ എൻ്റെ ആയുസ്സിൽ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കും. അതിന് ഇതെല്ലാം പ്രയോജനപ്പെടട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ നാലാമത്തേതിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ്. നാലാമത്തെ പെരുന്നാളാണ് വാരോത്സവ പെരുന്നാൾ. വാരോത്സവം 23-ാം അധ്യായത്തിന്റെ 15 മുതൽ 21 വരെയുള്ള വാക്യം. ഫീസ്റ്റ് ഓഫ് ദ ഹാർവസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന്. ആദ്യഫല പെരുന്നാൾ തുടങ്ങി. എന്നാണ് ആദ്യഫല പെരുന്നാൾ? പെസഹ കഴിഞ്ഞ് പിന്നെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം അത് ആരംഭിക്കും. അങ്ങനെ ആരംഭിക്കുന്ന ആദ്യഫല പെരുന്നാൾ തുടങ്ങി അവിടം മുതൽ 50-ാം ദിവസം വരുന്ന പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തെ എന്നാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തെ എന്നാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം 50-ാമത്തെ എന്നാണ്. അപ്പോ ആദ്യഫല പെരുന്നാൾ തുടങ്ങി 50-ാം ദിവസം നടക്കുന്ന പെരുന്നാളാണ് വാരോത്സവ പെരുന്നാൾ. അത് 50-ാം ദിവസം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിന് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പേര് വന്നത്. എന്തുകൊണ്ടാണ് അതിന് പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് വിളിക്കാൻ കാരണം? 50-ാമത്തെ ദിവസം നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഗ്രീക്കിൽ പെന്തക്കോസ്ത് എന്ന വാക്കിന് 50-ാമത്തെ എന്നാണ് അർത്ഥം. ഈ 50-ാമത്തെ എന്ന് പറഞ്ഞാൽ 7 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് വരുന്നതാണ് 50-ാമത്തെ ദിവസം. ഏതാണ് 7 ആഴ്ചവട്ടം എന്ന് പറയുന്നത്? 7 × 7, 7 × 7, 7 49. 7 ദിവസങ്ങളുടെ 7 ആഴ്ചവട്ടം. ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് 7 ദിവസം. അങ്ങനെ 7 ദിവസങ്ങൾ വീതമുള്ള 7 ആഴ്ച. അപ്പൊ എത്രയായി? 7 7 49 ആഴ്ച. 49 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിട്ട് വരുന്ന 50-ാം ദിവസമാണ് ഏത് പെരുന്നാൾ? വാരോത്സവ പെരുന്നാൾ. ആദ്യഫലക്കറ്റയുടെ അല്ലെങ്കിൽ ആദ്യഫല പെരുന്നാളിന് കറ്റ കൊണ്ടുവരണമെങ്കിൽ ഈ വാരോത്സവത്തിന് വരുമ്പോൾ കറ്റയല്ല കൊണ്ടുവരേണ്ടത്, അപ്പം കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. വാരോത്സവ പെരുന്നാളിന് വരുമ്പോൾ കറ്റ കൊണ്ടല്ല വരേണ്ടത്, അപ്പം കൊണ്ടുവരണം. നമുക്കറിയാം, അപ്പം എന്ന് പറയുന്നത് ഒരു കറ്റയിലെ അനേകം മണികൾ പൊടിച്ചെടുത്ത് ഒന്നാക്കി തീർത്ത് ഒരപ്പമായി തീരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആത്മീയ അർത്ഥം വളരെ ആഴമുള്ളതാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറയുമ്പോൾ യഹൂദ ജനത്തെ സംബന്ധിച്ചിടത്തോളം വാരോത്സവം എന്ന് പറയുന്നത് അവർ ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യേണ്ടത് പെന്തക്കോസ്ത് പെരുന്നാളാണ്. ഈ പെന്തക്കോസ്ത് പെരുന്നാളിൽ അവർ എല്ലാവരും എന്ത് ചെയ്യണം? അപ്പം കൊണ്ടുവരണം. ഈ അപ്പം എന്തിനെ കാണിക്കുന്നു? അപ്പം നമ്മുടെ പൂർണ്ണമായ സമർപ്പണത്തെ കാണിക്കുകയാണ്. ഞാൻ എന്ന് പറയുന്ന ആ വ്യക്തി ഒന്നുമല്ലാതായി തീരുകയാണ്. കർത്താവ് പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെയിരിക്കും. അപ്പൊ ചാകുന്നുവെങ്കിലോ വളരെ ഫലമുണ്ടാകും. അപ്പൊ നമ്മൾ കേവലം ഒരു കറ്റയായിട്ടിരിക്കേണ്ടതല്ല, ഒരു കതിരായിട്ടിരിക്കേണ്ടതല്ല. ഞാൻ പൊടിയണം, ഞാൻ പൊടിഞ്ഞു ചേരണം. ഇത് കൂട്ടായ്മയെ കാണിക്കുന്നതാണ്, സഭയെ കാണിക്കുന്നതാണ്. 7 ആഴ്ച കഴിഞ്ഞ് വരുന്നത് കൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്? വാരോത്സവം എന്ന് പേര് വന്നത്. 50-ാം ദിവസം ആയതുകൊണ്ടാണ് ഇതിന് ഏത് പേര് വന്നത്? പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പേര് വന്നത്.
ഇപ്പൊ വാരോത്സവം എന്ന് പറയാൻ കാരണം 7 ആഴ്ച കഴിഞ്ഞു വരുന്നതായതുകൊണ്ടാണ് വാരോത്സവം. 7 ആഴ്ച കഴിഞ്ഞ് വരുന്ന പെരുന്നാൾ ആയതുകൊണ്ടാണ് ഇതിനെ ഏത് പേര് വിളിക്കുന്നത്? വാരോത്സവം എന്ന് വിളിക്കുന്നത്. എന്താണ് പെന്തക്കോസ്ത് പെരുന്നാളിന് അതിനെ തന്നെ വിളിക്കാൻ കാരണം? 7 ആഴ്ച കഴിഞ്ഞിട്ട് 50-ാം ദിവസം വരുന്ന പെരുന്നാൾ, 50-ാമത് എന്നാണ് പെന്തക്കോസ്ത് എന്ന വാക്കിന്റെ അർത്ഥം. അതുകൊണ്ടാണ് അതിനെ പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് വിളിക്കുന്നത്. സഭാരൂപീകരണത്തിനായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ആരോഹണത്തെയാണ് ഈ പെരുന്നാൾ സദൃശീകരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ അവിടെ അതിന്റെ 10-ാം വാക്യം വരെ, ആ കാലത്ത് സഭയിലുണ്ടായ 9-ാം വാക്യം നിങ്ങൾ നോക്കൂ. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തതെന്ത്? നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കൽ ഉണ്ട്. ഇപ്പോ പരിശുദ്ധാത്മാവ് സഭയിൽ വന്നു. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തികൾ 2-ന്റെ 1-ാം വാക്യം മുതൽ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിലാണ് കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം 50-ാം ദിവസം വരുന്ന പെരുന്നാൾ ആയതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് വിളിച്ചു വരുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സഭയിൽ ഇന്ന് നമ്മുടെ സഭയിൽ എന്തുണ്ട്? തിന്മയുടെ സാന്നിധ്യമുണ്ട്. പക്ഷെ കർത്താവിന്റെ ശരീരം എന്ന സഭയിൽ എന്തില്ല? തിന്മയില്ല. പരിശുദ്ധാത്മാവിനാൽ രൂപീകരിക്കപ്പെട്ട സഭ, ഏകവും വിശുദ്ധവുമായ സഭ, കർത്താവിന്റെ ശരീരം എന്ന സഭ, അതിനകത്ത് എന്തില്ല? അതിനകത്ത് തിന്മയില്ല. അത് ഏകമാണ്, അത് വിശുദ്ധമാണ്, അത് കാതോലികമാണ്. കാതോലികം എന്ന് പറയുന്നത് സാർവത്രികമാണ്. ഏകമാണ്, വിശുദ്ധമാണ്, കാതോലികമാണ്. ദൈവമക്കളെ, ഏകവും വിശുദ്ധവുമായ സഭ എന്ന് പറയുന്നത് കർത്താവിന്റെ ശരീരം എന്ന സഭയാണ്. സമുദായങ്ങൾ ധാരാളം. ഇന്ന് രജിസ്റ്റേർഡ് സഭകൾ തന്നെ, എൻ്റെ അറിവ് ശരിയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ പരിമിതമായ അറിവിൽ 50,000-ത്തിലധികം സഭകളുണ്ട് ലോകത്ത്. സഭകളുടെ എണ്ണം അങ്ങനെ പെരുകുന്നു. എത്ര പെരുകിയാലും ഈ സഭകളിൽ നിന്നെല്ലാം രക്ഷിക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു രക്ഷിത ഗണം ചേരുന്നതാണ്, വിശുദ്ധ ഗണം ചേരുന്നതാണ് കർത്താവിന്റെ ശരീരമെന്ന സഭ. ഈ പെരുന്നാളിൽ പുളിപ്പിച്ച് ചുട്ട അപ്പം അനുവദിക്കപ്പെട്ടിരുന്നു. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാളിൽ പുളിപ്പുള്ള അപ്പം അനുവദിച്ചിരുന്നു. പാപം അനുവദിച്ചു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് പാപം ചെയ്യുന്ന പാപികൾ, നാൾതോറുമുള്ള പാപത്തിൽ വീണുപോകുന്നവർ അതിനകത്തുണ്ട്. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാൾതോറും പാപത്തിന്റെ സാന്നിധ്യം നമ്മിലുണ്ട് എന്നുള്ളതിനാൽ നാൾതോറും ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. ആ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പ്രോസസ് നമ്മിൽ നടക്കാൻ കാരണം നമ്മൾ നാൾതോറും പാപത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അനേകം ധാന്യമണികൾ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അനേകം ധാന്യമണികൾ ഒരുമിച്ച് ചേർന്ന് അപ്പമുണ്ടാക്കി അവർ ഭക്ഷിച്ചിരുന്നത് പോലെ ഒരു കൂട്ടായ്മയുടെ അനുഭവമാണ് ഈ പെരുന്നാൾ സൂചിപ്പിക്കുന്നത്. വാരോത്സവം എന്തിനെ കാണിക്കുന്നു? പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം സഭയിലുണ്ടായി. പ്രത്യക്ഷ, ഈ സെന്റൻസ് നിങ്ങൾ കുറിക്കാൻ മറക്കണ്ട. സഭ എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷ നവീന സ്ഥാപനമാണ്. സഭ എന്നത് ഒരു പ്രത്യക്ഷ
നവീന സ്ഥാപനമാണ്. അതിന്റെ ഉദ്ഘാടനം പെന്തക്കോസ്തിയിലാണ്. അതിന്റെ ഉദ്ഘാടനം പെന്തക്കോസ്തിയിലാണ്. ആ ആരംഭിച്ച സഭയിലെ അംഗങ്ങളാണ് രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിച്ച് സഭയിൽ വിശുദ്ധരായി നിൽക്കാൻ ഈ പെരുന്നാളുകൾ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്.